ഇറാനുമായി ബന്ധപ്പെട്ട യുദ്ധത്തിൽ അമേരിക്കയും ഇസ്രായേലും രണ്ട് ദിശയിലാണ് സഞ്ചരിക്കുന്നതെന്ന് അടുത്ത കാലത്തെ വാർത്തകൾ വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു, ഇറാനുമായി ബന്ധപ്പെട്ട യുദ്ധം ഏതാണ്ട് അവസാനിക്കാറായി, അമേരിക്ക വിജയിച്ചു കഴിഞ്ഞു. അതേസമയം ഇസ്രായേൽ പറയുന്നു, യുദ്ധം പകുതി വഴി മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ, ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. കരയുദ്ധത്തിനായി 3500 മറീനുകളെ അമേരിക്ക ഇറാന് ചുറ്റും വിന്യസിച്ചിട്ടുണ്ട്. അതേസമയം കരയുദ്ധത്തിന് താല്പര്യമില്ല എന്നുള്ളത് ഇസ്രായേൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യോമമാർഗം ഇറാനുമായി ഏറ്റുമുട്ടാനാണ് തങ്ങൾ താല്പര്യപ്പെടുന്നതെന്ന് ഇസ്രായേൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേസമയം കരയുദ്ധത്തിനായി അമേരിക്കൻ സൈന്യം ഇസ്രായേലിൽ കാലുകുത്തിയാൽ തീർച്ചയായും അവർ ശവപ്പെട്ടിലാക്കി കൊണ്ടുപോകേണ്ടി വരുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് തുറന്നിട്ടില്ലെങ്കിലും മോചിപ്പിച്ചിട്ടില്ലെങ്കിലും ഇറാനുമായി ബന്ധപ്പെട്ട യുദ്ധം അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുന്നതായിട്ട് ട്രംപ് തന്റെ ഉപദേശകരെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇറാനുമായി ബന്ധപ്പെട്ട സംഘർഷം എത്രയും മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇസ്രായേൽ താല്പര്യപ്പെടുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് നികുതി ചുമത്താൻ ഇറാൻ പാർലമെന്റ് തീരുമാനിച്ചു. ഇത് നിയമമായതോടുകൂടി ഇറാൻ സർക്കാരിന്റെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നീക്കങ്ങൾക്കും ഇറാന്റെ പാർലമെന്റ് പിന്തുണ നൽകിയതായിട്ട് മനസ്സിലാക്കുന്നു. അതിനർത്ഥം ഇറാൻ ഒരടി പോലും പിന്നോട്ടില്ല. ഇറാൻ ഒട്ടും പിന്നോക്കം വെക്കാൻ താല്പര്യപ്പെടുന്നില്ല. അത് ഇറാൻ യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോക സമ്പദ് വ്യവസ്ഥയിലേക്ക് നോക്കുമ്പോൾ ഓഹരി വിപണി വളരെയധികം ഭയാനകമായ രീതിയിൽ ഇടിഞ്ഞു താഴോട്ട് പോവുകയാണ്. ഈ അടുത്ത കാലത്തൊന്നും സംഭവിച്ചിട്ടില്ലാത്ത വിധം ഓഹരി വിപണി താഴോട്ട് മാറുന്നു. നിക്ഷേപകർ ആകെ ആശങ്കയിലാവുന്നു. വിലക്കയറ്റം വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ എണ്ണ വില ക്രമാതീതമായിട്ട് ഉയരുന്നു. ഇതൊക്കെ ലോക രാജ്യങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായും ഈ ആശങ്കക്കൊക്കെ ഒരു പരിഹാരം ഉടൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം.